രഘുരാമചരിതത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ബല അതിബല 2 മന്ത്രങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അന്ന് മുഴുവൻ ആ മന്ത്രത്തെ സ്വാധ്യായം ചെയ്ത് ജപിച്ച് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടുതൽ തേജസ്സുള്ളവരായി. ഇനി രാത്രി കിടന്നുറങ്ങണമല്ലോ. ഒന്ന്, രാമന്റെയും ലക്ഷ്മണന്റെയും ജീവിതത്തെ നാം മനസ്സിലാക്കണം. ഇന്നലെ വരെ അച്ഛനമ്മമാരുടെ സാമീപ്യത്തിൽ കിടന്നുറങ്ങിയ മക്കളാണ്. ഇന്നലെ വരെ കൊട്ടാരത്തിലെ സ്വർഗ സമാനമായ ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങിയ മക്കൾ, പട്ടുമത്തയിൽ കിടന്നുറങ്ങി എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങളോടുകൂടി ജീവിച്ച കുഞ്ഞുങ്ങൾ ഇതാ അടുത്ത ദിവസം തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിൽ. നമ്മുടെ മക്കളാണ് ഈ സ്ഥാനത്തെങ്കിൽ അവരെങ്ങനെയാണ് ഇത്തരം സാഹചര്യത്തോട് അവർ പെരുമാറുക? അവരുടെ പ്രതികരണം എന്തായിരിക്കും? മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ ദുഃഖമോ ദൈന്യതയോ അച്ഛനമ്മമാരെ കാണാത്ത വിഷമമൊക്കെ ഉണ്ടാകാം. കാരണം 13 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ വിശ്വാമിത്രൻ വളരെ സൂക്ഷ്മമായി രാമലക്ഷ്മണന്മാരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരിൽ ഏതെങ്കിലും ഒരു ഉത്സാഹക്കുറവുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമില്ല. അങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. വെറും പുഴമണലിൽ കിടത്തി ഉറക്കിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകണം. തമ്പുരാന്റെ മക്കളല്ലേ, ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന നീളമുള്ള പുല്ലുകളെല്ലാം വെട്ടിയെടുത്ത് ഒരു തൃണതൽപ്പം ഉണ്ടാക്കുന്നു. അതായത് പുല്ലുകൊണ്ട് ഒരു കിടക്ക പോലെ ഉണ്ടാക്കി 2 കുമാരന്മാരോടും കിടന്നുറങ്ങാൻ പറയുന്നു. ഒരു മുത്തച്ഛൻ എങ്ങനെയാണോ പേരക്കുട്ടികളെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ മധുരാം വാണി ഉണ്ടല്ലോ, മധുരമായി രാമായണം മൊത്തം മധുരാം വാണിയാണ്. മധുരമായ വാക്കുകളാണ് അധികവും നമുക്ക് കാണാൻ പറ്റുക. അത്തരത്തിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള മധുരാം വാണിയോടുകൂടി രാമ ലക്ഷ്മണ കിടന്നുറങ്ങും. വെറും പുഴമണലിൽ കിടത്തി ഉറക്കുന്നു. എന്തിന്? ഭാവിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ചില ശരീരത്തെയും മനസ്സിനെയും തയ്യാറെടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായി പൂർവകാല ഈ ക്ഷത്രിയ മഹാരാജാവിന്റെ പ്രവൃത്തിയെ നമ്മൾ മനസ്സിലാക്കണം. എത്ര ഭംഗിയായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കൂ. ഏതായാലും അന്ന് രാത്രി കിടന്നുറങ്ങി. അതിരാവിലെ വിശ്വാമിത്രൻ എഴുന്നേറ്റ് വീണ്ടും മധുരാം വാണിയാണ്, രാമനെ വിളിച്ചുണർത്തുകയാണ്. ആ വിളിച്ചുണർത്തുന്ന ഉണർത്തുപാട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, ദീർഘകാലമായി നാം കേൾക്കുന്നതുമാണ്. ആ വാക്ക് കൗസല്യ സുപ്രജ രാമ പൂർവാസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്യികം. ഈ സുന്ദരമായ ഉണർത്തുപാട്ട് നാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു നല്ല മാർഗനിർദ്ദേശമാണ്. സുബ്ബലക്ഷ്മി അമ്മയുടെ നാവിലൂടെ നാം കേട്ട സുന്ദരമായ ഈ സരസ്വതി വാണി ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രഭാതങ്ങളെ സുന്ദരമാക്കുന്ന സരസ്വതി വാണിയാണ്. ഒരു മുത്തച്ഛന്റെ സ്നേഹവാത്സല്യങ്ങളോടെ രാമലക്ഷ്മണന്മാരെ വിളിച്ചുണർത്തുന്ന ഈ സുന്ദരവാണിയുടെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് അടുത്ത ഒരു സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് ശ്രീരാമചന്ദ്രനെ വിളിച്ചുണർത്തുന്ന ആ മന്ത്രത്തിന്റെ ഒരു സാമാന്യ അർത്ഥം മനസ്സിലാക്കൂ. കൗസല്യക്ക് ഏറ്റവും ആനന്ദവർദ്ധകനായിട്ടുള്ള വ്യക്തിയാണ് രാമൻ. അങ്ങനെയുള്ള ഹേ രാമ, കുഞ്ഞെ എഴുന്നേൽക്കൂ. പ്രാതസന്ധിയായി, 1ാമത്തെ സന്ധ്യാസമയമായിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കൂ കുഞ്ഞെ. മാത്രമല്ല, ഒരു കുഞ്ഞിനെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഗുണങ്ങൾ പറഞ്ഞ് ആ നരശാർദൂല എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദികവിയുടെ ആദർശ പുരുഷന്റെ ഏറ്റവും ശ്രേഷ്ഠനാമമായി ഹേ നരശാർദൂല നരവ്യാഘ്രമേ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തിനെ രാവിലെ ഉണരുന്നേ? അത് ദൈവമാന്യികം, ദേവകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാം, ഉണരാം. അതുകൊണ്ട് എഴുന്നേൽക്കൂ കുഞ്ഞേ രാമ എന്ന് പറഞ്ഞ് ശ്രീരാമഭദ്രനെ ഉണർത്തുകയാണ്. ഈ ഉണർത്തുപാട്ടിന്റെ ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഏതായാലും ഇത് ജീവിതത്തിന്റെ ഭാഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.